നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ, ഈ അവതാരത്തെ കരുതിയിരിക്കുക. നടി റിനി ആൻ ജോർജ് എങ്ങനെ സത്യപ്രതിജ്ഞ വേദിയിലെത്തി? രേവന്ത് റെഡ്ഡിക്കൊപ്പം ഫോട്ടോ എടുത്ത റിനി ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹനൻ പറയുന്നു, ഈ അവതാരത്തെ കരുതിയിരിക്കുക. റിനിയുടെ ചിത്രം ബിജിൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്നത്. ഒപ്പം വി.ഡി. സതീശനും ബിജിൽ മോഹന് പിന്തുണയുമായി വലിയൊരു കൂട്ടർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ആരാണ് റിനി ആൻ ജോർജിന് VIP പാസ് നൽകിയത്? അത് വി.ഡി. സതീശൻ തന്നെയാണോ എന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നു. വി.ഡി. സതീശൻ തനിക്ക് അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരിക്കൽ റിനി ആൻ ജോർജ് കളത്തിലിറങ്ങി. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ. തുടർന്നായിരുന്നു രാഹുലിനെതിരെ ഒരു കൂട്ടം സ്ത്രീകൾ ആരോപണങ്ങളുമായി കളം നിറഞ്ഞത്. ബിജിൽ മോഹൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളെ, ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മളും നമ്മുടെ സഹപ്രവർത്തകരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ ഒരുപാട് സമരങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ഫലമായുള്ള സന്തോഷ നിമിഷമായിരുന്നത്. നമ്മുടെ എത്ര സഹപ്രവർത്തകരാണ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് തെരുവിൽ കിടന്നത്? എത്ര സഹപ്രവർത്തകരാണ് ദിവസങ്ങളോളം ജയിലിൽ കിടന്നത്? അതിൽ മഹിളാ പ്രവർത്തകരുമുണ്ടായിരുന്നു. അവർ ഉൾപ്പെടെ ഇന്നലെ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തി. പന്തൽ 25,000 പേരെ ഉൾക്കൊള്ളാൻ മാത്രം ശേഷിയുള്ളതായിരുന്നെങ്കിലും 2.5 ലക്ഷം ആളുകളാണ് ഇന്നലെ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അവിടെ വന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അകത്ത് കയറാൻ സാധിക്കില്ലെന്ന്. കയറാൻ കഴിയാതെ ഒരുപാട് സഹപ്രവർത്തകർ പുറത്തു നിന്നു. നമുക്കാർക്കും പരാതിയില്ല, കാരണം നമുക്ക് അവിടെ ഒന്ന് എത്തിയാൽ മതി. നമ്മുടെ മനസ്സിൽ കണ്ടോളാം ശ്രീ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത്രയധികം നമ്മൾ കാണാൻ കാത്തിരുന്ന കാഴ്ചയായിരുന്നു അത്. നമ്മുടെ പല സഹപ്രവർത്തകർക്കും ഒന്നാം പന്തലിരിപ്പിടത്തിലേക്ക് പോലും എത്താനോ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയാതിരുന്നപ്പോൾ എങ്ങനെയാണ് VIP പാസ് നേടി റിനി ആൻ ജോർജിനെ പോലെ ഈ പാർട്ടിക്കെതിരെ സംസാരിക്കുകയും പാർട്ടിക്ക് ഇത്രമാത്രം പേരുദോഷമുണ്ടാക്കുകയും ചെയ്ത ഒരാൾ അകത്ത് കയറിക്കൂടിയത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടനാ പ്രവർത്തനങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളിലും നടന്ന ജ്യോതി വിജയകുമാറിനെ പോലെയുള്ള ആളെപ്പോലും പോലീസ് തടയുന്നത് നമ്മൾ കണ്ടു. എന്നാൽ റിനി ആൻ ജോർജിനെ ആരും തടഞ്ഞില്ല. അവർ വേദിയിൽ വരെ എത്തി. അതീവ സുരക്ഷയുള്ള തെലങ്കാന മുഖ്യമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്തു. വിജയിച്ചു വന്ന UDFൻ്റെ MLAമാരിൽ പലർക്ക് പോലും ഇന്നലെ ആ വേദിയിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ അറിഞ്ഞു ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ഓഫീസിലൊരു പണിയുമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഒപ്പിച്ച പാസ്സായിരിക്കണം അത്. ആളിനോടും ആളുകൾക്ക് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കളോടുമാണ് എനിക്ക് പറയാനുള്ളത്, ഇത്തരം അവതാരങ്ങളെ സൂക്ഷിക്കണം. ഇത്തരം ആളുകൾ ഓഫീസുകളിലേക്ക് കടന്നു കയറിയതിൻ്റെ ഫലം കോൺഗ്രസ് നന്നായി അറിഞ്ഞതാണ്. സ്വപ്നയും സരിതയും കയറിയതിൻ്റെ ഫലം 2 മുൻ മുഖ്യമന്ത്രിമാർ അനുഭവിച്ചത് നമുക്കറിയാം. നീതിമാനായ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് നമ്മൾ മറന്നിട്ടില്ല. ഇത്തരം അവതാരങ്ങൾ അധികാരമുള്ളപ്പോഴെല്ലാം വരും. ഇവളാണ് പറവൂരിൽ ശ്രീ വി.ഡി. സതീശനെതിരെ സംഘടിപ്പിച്ച സ്ത്രീകളുടെ യോഗത്തിൽ ശൈലജ ടീച്ചർ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഷൈൻ ടീച്ചറൊപ്പം പങ്കെടുത്തത്. അന്ന് അവൾ കോൺഗ്രസ് വിരുദ്ധ വേദിയിലായിരുന്നു. കോൺഗ്രസിനെ കളിയാക്കിയും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവളെ പോലെയുള്ള ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഓഫീസ് ജീവനക്കാരുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയും, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല ഈ സർക്കാർ, ഞങ്ങൾ തെരുവിൽ സമരം ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സർക്കാർ. ആ സർക്കാരിനെ തകർക്കാനുള്ള ഇത്തരം അവതാരങ്ങളുടെ ഒരു ശ്രമത്തെയും ഞങ്ങൾ അനുവദിക്കില്ല, അംഗീകരിക്കില്ല. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ. ഈ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ മാത്രമൊന്ന് വി.ഡി. സതീശൻ കണ്ണോടിച്ച് നോക്കണം. അത്രയേറെ പച്ചയ്ക്കാണ് നിങ്ങളുടെ സഹപ്രവർത്തകർ അതിൽ കുറിപ്പുകൾ ഇട്ടിരിക്കുന്നത്. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത നേതൃത്വത്തെ അവർ പലതും ഓർമ്മപ്പെടുത്തുന്നു. പണ്ടൊരു അവതാരം സരിത ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ അപകീർത്തിപ്പെടുത്തി. തെരുവിൽ തല്ലുകൊണ്ടും ഉറക്കമിളച്ചും മഴയും വെയിലും കൊണ്ട് മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ പാടുപെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആ വേദിക്ക് പുറത്ത്. അവിടെയാണ് റിനി ആൻ ജോർജിനെ ആനയിച്ച് ചിലർ വേദി വരെ എത്തിച്ചത്. ഇത്തരം അവതാരങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരുടെ തലയ്ക്ക് മുകളിൽ നൃത്തം ചെയ്യുമ്പോൾ അതൊക്കെ കണ്ടു നിൽക്കാൻ എങ്ങനെ വി.ഡി. സതീശന് കഴിയുന്നു? ഇന്നലെ വരെ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിൽ നിർത്തിയ റിനി ആൻ ജോർജിനെ പോലെ പല അവതാരങ്ങളും ഇനി രംഗപ്രവേശം ചെയ്യും. അതേ റിനി ആൻ ജോർജ് പിന്നീട് ഫേസ്ബുക്കിൽ വന്ന് കോൺഗ്രസ് പ്രവർത്തകരെ മുച്ചൂടും കുലക്കുത്തികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് നമ്മൾ കേട്ടു. വേദിയിലേക്ക് വന്ന റിനി ആൻ ജോർജിനെ അന്ന് കൂവി വിളിച്ചാണ് കോൺഗ്രസ്സുകാർ വരവേറ്റത്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അവർ വീണ്ടും വീണ്ടും കോൺഗ്രസിനെ വെല്ലുവിളിച്ചു. കേരളം ഓർമ്മിക്കേണ്ട പലതുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം ഉയർത്തിയത് ഇതേ റിനി ആൻ ജോർജ്. തനിക്ക് മോശമായ മെസ്സേജുകൾ രാഹുൽ മാങ്കൂട്ടം അയച്ചു എന്നായിരുന്നു റിനിയുടെ ആരോപണം.
പിന്നീട് പറവൂരിൽ, അതായത് വി ഡി സതീശൻ്റെ തട്ടകത്തിൽ കെ ശൈലജ ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ ഇടയിലേക്ക് അന്ന് റിനി ജോർജ് കടന്നു ചെന്നു. റിനി ആൻഡ് ജോർജിനെ അന്ന് പാർട്ടി വേദിയിൽ വെച്ച് പരസ്യമായി CPM പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു KJ ഷൈൻ. കെ ശൈലജ അന്ന് റിനി ആൻഡ് ജോർജിനെ വാനോളം പുകഴ്ത്തി പറയുകയും ചെയ്തു. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവ നേതാക്കൾ ഇങ്ങനെയാകാമോ എന്ന് ചോദിച്ചുകൊണ്ട് റിനി അന്ന് വലിയ കയ്യടികളും നേടി. പിന്നീട് വി ഡി സതീശനെതിരെ മത്സരിച്ച ടൈസൺ മാസ്റ്റർക്കൊപ്പം റിനി ആൻഡ് ജോർജ് വേദിയിലേക്ക് കടന്നു ചെല്ലുന്നത് നമ്മൾ കണ്ടു. ടൈസൺ മാസ്റ്ററുടെ കലാശക്കൊട്ടിൽ പാർട്ടി പ്രവർത്തകർക്കൊപ്പം നൃത്തം ചെയ്യുന്ന റിനി ആൻഡ് ജോർജ്. ആ വീഡിയോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഭരണം കിട്ടിയപ്പോൾ അവതാരം അവിടെയും എത്തി. അതുകൊണ്ടാണ് വിജിൽ മോഹനനെ പോലെയുള്ളവർ പലതും കോൺഗ്രസ് നേതാക്കളെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. 2011-16 കാലഘട്ടത്തിൽ അന്ന് ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യൻ കേരളം ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ സരിത എന്ന ഒരു അവതാരം രംഗത്തെത്തി. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അന്ന് സരിത പിന്നീട് വിളിച്ചു പറഞ്ഞ കഥകളൊക്കെ കേരളത്തെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ഉമ്മൻചാണ്ടിയെ മാത്രമല്ല, അന്ന് കോൺഗ്രസ് മന്ത്രിസഭയിലുള്ള ഓരോരുത്തർക്കെതിരെയും സരിത ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ മുന്നറിയിപ്പുകൾ നടത്തുന്നു. ഒരു മുന്നറിയിപ്പായി ഇപ്പോഴേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. 5 വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും ഇറക്കാൻ പോകുന്ന സരിതയാണ് താഴെ കാണുന്ന വ്യക്തി. വരുന്ന 5 വർഷം കൊണ്ട് ജനങ്ങളുടെ കൺമുന്നിൽ തന്നെ താഴെ കാണുന്ന വ്യക്തി കേരളത്തിലെ സകല കോൺഗ്രസ് നേതാക്കളുമായി പരസ്യമായി സൗഹൃദം സ്ഥാപിക്കും. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും സന്ദർശിച്ച് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കും. അവരുടെ നമ്പറുകൾ വാങ്ങി സമയത്തും അസമയത്തും അവരെ വിളിക്കും. അവരുമായി ചാറ്റുകൾ ചെയ്യും, വീഡിയോ കോൾ ചെയ്യും. സകല കോൺഗ്രസ് മന്ത്രിമാരുമായും അവരുടെ PA-മാരുമായും സൗഹൃദം സ്ഥാപിക്കും. PA-മാരൊക്കെ പെട്ടെന്ന് ചാടി വീഴാൻ തക്ക മനസ്സിന് കട്ടി കുറഞ്ഞവരാണെന്നറിയാമല്ലോ. എല്ലാ തെളിവുകളും ശേഖരിച്ചു വെച്ചതിന് ശേഷം 5 വർഷം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ 1 മാസം മുൻപ് പൊട്ടിക്കും. മാലപ്പടക്കം പോലെ ചറപറ പൊട്ടിക്കും. നല്ല ഭംഗിയായി തീ കൊളുത്താൻ ഇത്രയും കാലം പിന്നിൽ പ്രവർത്തിച്ച ദാസപ്പൻ ഗ്രൂപ്പും ഉണ്ടാകും. അന്ന് ഇയാൾ പറയുന്നത് നേരാണെന്ന് ജനങ്ങൾ വിശ്വസിക്കും. കാരണം ഇയാൾ ഇത്രയും കാലം നിങ്ങളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്നത് ജനങ്ങൾ കണ്ടതാണ്. നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും ജനങ്ങൾ തരില്ല. വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം 7 വർണ്ണങ്ങളിലൊരു ഗുണ്ടും കൂടി പൊട്ടിക്കും. കോൺഗ്രസിന് പിന്നെ ഒരു പുക മാത്രമായിരിക്കും. സതീശ മോനെ ചവിട്ടി പുറത്താക്കിക്കോ, കൂടെയുള്ളവർക്കും മുന്നറിയിപ്പ് കൊടുത്തേരെ. ഇത്തരം സാധനങ്ങൾ വാലുപൊക്കുന്നത് എന്തിനാണ് എന്ന വിഷയത്തിൽ PhD എടുത്ത അറിവിൽ നിന്ന് പറയുകയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. വി ഡി സതീശനാണ് മുന്നറിയിപ്പ്, സതീശന് മാത്രം. ഇത്തരം അവതാരങ്ങളെ അകറ്റി നിർത്താനാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പ്രവർത്തകർ സതീശനോട് വീണ്ടും വീണ്ടും പറയുന്നത്. റിനി ആൻഡ് ജോർജ് ഇന്ന് ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പിങ്ങനെ: ഒരു പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ പോലെയുള്ള പാവനമായ ചടങ്ങിൽ ഒരു പെൺകുട്ടിയെ വളഞ്ഞിട്ട് കൂവി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടും രക്തം തിളയ്ക്കാത്ത പലർക്കും രേവന്ത് റെഡ്ഡിയുമായി ഒരു ഫോട്ടോ എടുത്തു എന്ന് കണ്ടപ്പോൾ രക്തം തിളയ്ക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഇങ്ങനെ തന്നെ ആയിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം. മാതൃക രാഷ്ട്രീയ പ്രവർത്തകർ. അല്ല, കോൺഗ്രസിൻ്റെ സത്യപ്രതിജ്ഞാവേദിയിൽ റിനി ആൻഡ് ജോർജിന് എന്ത് കാര്യം? രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള ഫോട്ടോ അവർ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നു. രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള ഫോട്ടോ അവർ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നു. ആരാണ് റിനി ആൻഡ് ജോർജിനെ ആ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നത്? എങ്ങനെയാണ് അവർക്ക് VIP പാസ് ലഭിച്ചത്? എന്തുകൊണ്ടാണ് വി ഡി സതീശനടുക്കൽ ഇപ്പോഴും അവർക്ക് ഇത്രയേറെ ആക്സസ് ലഭിക്കുന്നത്? കോൺഗ്രസ് പ്രവർത്തകരെയാണ് അവർ ഇന്നലെ ഫേസ്ബുക്കിൽ നിശ്ചിതമായി വിമർശിച്ചത്. ഇതെല്ലാം കണ്ട് കണ്ണുകടിയുണ്ടായ ചില കുതിലങ്കുത്തികൾ ഓരിയിട്ടു. അതിനെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടെ അപ്പോൾ തന്നെ അവഗണിക്കുകയും ചെയ്തു. അവർ കോൺഗ്രസ്സുകാരാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസ്സുകാർ അത്രയും സ്നേഹവായ്പോടെ എന്നോട് പെരുമാറി. സത്യപ്രതിജ്ഞയ്ക്ക് വന്ന് എന്നെ കോൺഗ്രസ്സുകാർ ആട്ടി ഓടിച്ചെന്ന് പറയുന്നവർക്കായി ചടങ്ങിൽ സന്നിഹിതനായിരുന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള എൻ്റെ ചിത്രം പങ്കുവയ്ക്കുന്നു. ഇതായിരുന്നു റിനിയുടെ കുറിപ്പ്. ചോദിക്കാനൊന്ന് മാത്രം, എന്തിനാണ് റിനി ഇങ്ങനെ ഇടിച്ചു കയറി ആ സതീശൻ്റെ വേദിയിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലുന്നത്? വി ഡി സതീശനും ഒന്ന് കരുതിയിരുന്നാൽ നല്ലത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.